ഒടുവിൽ ജി സുധാകരൻ CPM-ൽ നിന്ന് പടിയിറങ്ങി. 1 മണിക്കൂർ 20 മിനിറ്റ് നീണ്ടു നിന്ന പത്രസമ്മേളനം നടത്തിയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ പടിയിറക്കം. ഈ പത്രസമ്മേളനത്തിൽ വിദ്യാഭ്യാസ കാലത്ത് താൻ CPM-ൽ എത്തിയതു മുതൽ ഇന്നലെ വരെയുള്ള തന്റെ പ്രവർത്തന ചരിത്രത്തെപ്പറ്റി സാമാന്യേന വിശദമായി തന്നെ പറഞ്ഞു. അതിൽ മുഴച്ചു നിന്നത് ജി സുധാകരന്റെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയും കമ്മ്യൂണിസ്റ്റ് കാർക്കശ്യവുമായിരുന്നു. കഴിഞ്ഞ 5 വർഷം തനിക്ക് ആലപ്പുഴ CPM-ൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന അവഗണനകളുടെ നീണ്ട ലിസ്റ്റ് തന്നെ അദ്ദേഹം പത്രക്കാരുടെ മുന്നിൽ നിരത്തി. അതിൽ ഒരു കാര്യം ശിലാചിത്രം പോലെ തിളഞ്ഞു നിന്നിരുന്നു. സുധാകരൻ ഇപ്പോഴും CPM-കാരനാണ്. CPM പ്രത്യയശാസ്ത്രത്തിന് അദ്ദേഹം എതിരല്ല. പാർട്ടി പരിപാടികൾക്ക് അദ്ദേഹം എതിരല്ല. CPM-ന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ അദ്ദേഹം നിഷേധിക്കുന്നില്ല. പാർട്ടി മൂന്നാമതും അധികാരത്തിൽ വരണമെന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമില്ലെങ്കിലും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിരുന്നു. ജി സുധാകരൻ പാർട്ടിക്കല്ല, മറിച്ച് CPM-ന്റെ ആലപ്പുഴയിലെ നേതാക്കളെയാണ് എതിർക്കുന്നത്. ജി സുധാകരന് പാർട്ടി ഒത്തിരി വാരിക്കോരി നൽകിയിട്ടുണ്ടെന്നാണ് ആലപ്പുഴയിലെ നേതാക്കൾ പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ്, 4 തവണ MLA സ്ഥാനം, 2 തവണ മന്ത്രിസ്ഥാനം, ഇതെല്ലാം നൽകിയിട്ടും ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നത് പാർലമെന്ററി വ്യാമോഹം കൊണ്ടാണെന്നാണ് പുത്തൻ നേതാക്കളുടെ പക്ഷം. പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന പ്രായം കഴിഞ്ഞതുകൊണ്ട് ഇനി ദിവസവും രാവിലെ ധന്വന്തരം കുഴമ്പ് തേച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ച് പാൽക്കഞ്ഞിയും കുടിച്ച് വീട്ടിലിരുന്നാൽ മതിയെന്നാണ് പുതു നേതൃത്വം അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നത്. പാലൊളി മുഹമ്മദ് കുട്ടിയെയും TK ഹംസയെയും S രാമേന്ദ്രൻ പിള്ളയെയും ഗുരുദാസനെയും പോലെയൊക്കെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാനുള്ള നിർദ്ദേശത്തോട് മനസ്സിലെന്ന സുധാകരൻ്റെ പ്രഖ്യാപനമാണ് കഴിഞ്ഞ 5 വർഷം കണ്ടത്. പാർലമെന്ററി മോഹമായിരുന്നെങ്കിൽ 2021 തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ചേനെ. ജയിക്കാൻ ഇതിലും സാധ്യത അന്നായിരുന്നു. അതിന് ഒരുങ്ങാതിരുന്ന സാഹചര്യത്തിൽ പാർലമെന്ററി വ്യാമോഹമാണെന്ന് കരുതാൻ വയ്യ. മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വം വേണ്ടെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുള്ള ജി സുധാകരന് നേതൃത്വ മോഹമാണെന്ന് കരുതാൻ വയ്യ. മറിച്ച് തന്നെ അംഗീകരിക്കണമെന്നും തൻ്റെ 63 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തെ മാനിക്കണമെന്നും ഒരു കാരണവർ സ്ഥാനം നൽകി ആദരിക്കണമെന്നും തൻ്റെ കറതീർന്ന അഴിമതി രഹിത കമ്മ്യൂണിസ്റ്റ് രീതികളെ ബഹുമാനിക്കണമെന്നും പുതുതലമുറ ആ വഴി നടന്നു നീങ്ങണമെന്നുമായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. അതിന് മനസ്സിൽ നിന്നുള്ള പുത്തൻ തലമുറയുടെ നിലപാടാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത്. അതിനോടായിരുന്നു അദ്ദേഹം കലഹിച്ചത്. എന്നാൽ സുധാകരൻ്റെ മനസ്സ് കാണാനോ അതിനെ അംഗീകരിക്കാനോ പുതു നേതൃത്വം തയ്യാറായില്ല. അവർ മുമ്പേ തന്നെ സുധാകരൻ്റെ തലവര കുറിച്ചിരുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. തങ്ങൾക്ക് മുകളിൽ ഒരു തലയുണ്ടാകാൻ അവരാഗ്രഹിക്കില്ലെന്ന് വേണം കരുതാൻ. ഇതാണ് ആലപ്പുഴയിൽ നടന്ന ഓരോ പരിപാടികളിൽ നിന്നും സുധാകരനെ അകറ്റി നിർത്താൻ അവർ ശുഷ്കാന്തി കാട്ടിയത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക പരിപാടി. അടിയന്തരാവസ്ഥയിൽ ജയിൽവാസവും മർദ്ദനവും അനുഭവിച്ച സുധാകരനെ വീടിൻ്റെ തൊട്ടടുത്ത് നടത്തിയ പരിപാടിയിൽ നിന്ന് അകറ്റി നിർത്തിയത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിനവർ മുമ്പേ തന്നെ നിലമൊരുക്കിയിരുന്നു. ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം കുറഞ്ഞിട്ടും അമ്പലപ്പുഴയിൽ മാത്രം അന്വേഷണ കമ്മീഷനെ വെച്ചതും സുധാകരൻ്റെ പേരിൽ മാത്രം നടപടി ഉണ്ടായതും മുൻ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് വേണം കരുതാൻ. തലപ്പൊക്കം കൂടിയവരെ വെട്ടി നിർത്തുക എന്നുള്ളത് CPM-ന്റെ എന്നുമുള്ള രീതിയായിരുന്നു. ഗൗരിയമ്മയും VS-ഉം സുധാകരനുമൊക്കെ ഇതിൻ്റെ ഇരകളായവരാണ്. സുധാകരൻ്റെ പേരിൽ നടപടിയെടുത്ത രീതി പരിശോധിച്ചാൽ ഇങ്ങനെയൊരു നടപടി KK ശൈലജയും കാത്തിരിപ്പുണ്ടെന്ന് വേണം കരുതാൻ. ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയത് ഇതിൻ്റെ തുടക്കമാണ്. KK ശൈലജ പേരാവൂരിൽ മത്സരിക്കാൻ തയ്യാറായില്ലായിരുന്നുവെങ്കിൽ അവിടെ പാർട്ടി ധിക്കരിച്ചതിൻ്റെ പേരിൽ നടപടി ഉറപ്പാക്കുമായിരുന്നു. മട്ടന്നൂരിൽ VK സനോജിന് ടീച്ചറിന് കിട്ടിയ ഭൂരിപക്ഷം കിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. അമ്പലപ്പുഴ മാതൃക പിന്തുടർന്ന് സനോജിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ പേരിൽ ഇനി ടീച്ചറിൻ്റെ പേരിലൊരു നടപടി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സുധാകരൻ്റെ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനോ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളോ അറിയാതിരുന്നതല്ല. മനഃപൂർവ്വം അവർ അവഗണിച്ചതാണ്. മുഖ്യമന്ത്രി ഇടപെട്ട് ഒരു ചർച്ച നടത്തിയിരുന്നെങ്കിൽ സുധാകരൻ അത് അംഗീകരിക്കുമായിരുന്നുവെന്ന് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ്. EP ജയരാജൻ ഇടഞ്ഞപ്പോൾ 3 വട്ടവും അൻവറുമായി പോലും 2 വട്ടവും ചർച്ച നടത്തിയ മുഖ്യമന്ത്രി സുധാകരൻ്റെ സങ്കടം കേൾക്കാൻ മെനക്കെടാതിരുന്നത് മനഃപൂർവ്വമെന്ന് വേണം കരുതാൻ. VS-നെ വെട്ടാൻ സുധാകരൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇന്നിപ്പോഴതില്ല. അതുകൊണ്ട് സുധാകരൻ പുറത്തു പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വായിച്ചറിയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.